ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു ദൈവവചനം വായിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ. ഈ തിരുവചനത്താൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനത്തോടെ, ആശ്വാസത്തോടെ, വിടുതലോടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തളർന്നിരിക്കുന്നവരെ താങ്ങുന്ന കർത്താവിൻ്റെ കരത്തിനായി സ്തോത്രം. മാനസികമായി തളർന്ന ഓരോ വ്യക്തികളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബലം പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ തിരുവചനത്താൽ താൻ ഒറ്റയ്ക്കല്ല എന്നുള്ള വിശ്വാസം തന്നിൽ ഉണ്ടാകട്ടെ. കർത്താവായ യേശു അവരെ അനാഥരായി വിടുകയില്ല. കർത്താവായ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഈ തിരുവചനത്തെ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.